ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വബിഹി നസ്തഈൻ വസ്സലാത്തു വസ്സലാമു അലാ റസൂലിഹിൽ അമീൻ വബഅദ്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ സർഫിൽ നിന്ന് തടയപ്പെട്ട ഇസ്മുകളിൽ 3 വകുപ്പുകൾ മനസ്സിലാക്കുകയുണ്ടായി. അൽ അസ്മാഉൽ മഖ്സൂറ, അൽ അസ്മാഉൽ മംദൂദ, പിന്നെ മുൻതഹൽ ജം, സിയഗു മുൻതഹൽ ജം. അതാണ് നമ്മൾ മനസ്സിലാക്കുകയുണ്ടായത്. ഇനി ഇൻഷാ അല്ലാഹ് നമുക്ക് കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞതുപോലെ തന്നെ 2 കാരണങ്ങളാൽ തൻവീൻ തടയപ്പെടുന്ന, സർഫിൽ നിന്ന് തടയപ്പെടുന്ന ഇസ്മുകൾ, അതിൻ്റെ ഉദാഹരണങ്ങളാണ് നമ്മളിവിടെ 1 മുതൽ 9 വരെ അക്കങ്ങളിൽ എഴുതിയത്. പല ഉദാഹരണങ്ങൾ. എന്ത് കാരണത്താലാണ് ഇവ സർഫിൽ നിന്ന് തടയപ്പെട്ടത്? ഈ ഇസ്മുകളിൽ തൻവീൻ വരികയില്ല എന്ന് പറയുന്നത്, ഇവ തൻവീനെ സ്വീകരിക്കില്ല എന്ന് പറയുന്നത് 2 കാരണങ്ങൾ ഉള്ളതിനാലാണ്. ഇൻഷാ അല്ലാഹ് ഇന്ന് നമുക്ക് ആ കാരണങ്ങളെ ഈ ഉദാഹരണങ്ങൾ വെച്ച് നമുക്ക് പഠിക്കാം നമ്മുടെ ഈ ഒരു ക്ലാസ്സിൽ. ഇസ്മുകളിൽ തൻവീൻ ഏറ്റുവരുന്ന ഇസ്മുകളുണ്ട്, തൻവീൻ ഏൽക്കാതെ വരുന്ന ഇസ്മുകളുണ്ട്. തൻവീൻ ഏൽക്കാതെ വരുന്ന ഇസ്മുകളെ അൽ മംനൂ മിന സർഫ് എന്ന് പറയും. ആ തൻവീൻ വരാതെയുള്ള ഇസ്മുകൾ അതേതാണ്? അതാണ് അൽ അസ്മാഉൽ മഖ്സൂറ, അൽ അസ്മാഉൽ മംദൂദ. ജമ്മു തക്സീറിൽ മുൻതഹൽ ജമ്മിൻ്റെ സീഗയിൽ വരുന്ന ഈ ജമ്മുകൾ. ഇനി മുൻതഹൽ ജമ്മ്, അതിൻ്റെ ഗണത്തിൽ മറ്റു ചില ഉദാഹരണങ്ങളാണ് നമ്മളിവിടെ എഴുതിയത്. ഈ വകുപ്പുണ്ടല്ലോ 1, 2, 3, ഇതൊക്കെ മുൻതഹൽ ജമ്മ് അല്ല, ഇതൊക്കെ അൽ മംനൂ മിന സർഫിൽ, അൽ മംനൂ മിന സർഫിൽ ഉൾപ്പെടുത്താൻ ഒരു കാരണമുള്ളത് കണ്ടോ. അല്ല, ഇത് ഇസ്മു മഖ്സൂറാണ്, അല്ലെങ്കിൽ അൽ അസ്മാഉൽ മഖ്സൂറയാണ്. ആ ഒരു കാരണമാണ്. ഇവിടെ അൽ അസ്മാഉൽ മംദൂദ ഒരു കാരണമാണ്. ഇവിടെ മുൻതഹൽ ജമ്മിൻ്റെ സീഗയിലാണ്. അതാണ് അതിൻ്റെ കാരണം, ഒരു കാരണമാണ്. എന്നാൽ ഇവിടെ നമ്മൾ ഈ ഒരു ഉദാഹരണങ്ങൾ എഴുതി, അവിടെ കാരണം 2 എണ്ണമാണ്. 2 കാരണങ്ങളാലാണ് ഇവകൾ അൽ മംനൂ മിന സർഫിൽ, സർഫിൽ നിന്ന് തൻവീനിൽ നിന്ന് തടയപ്പെട്ട ഇസ്മുകളായിട്ട് എണ്ണപ്പെട്ടത്. അതെന്താണ് നമുക്ക് പെട്ടെന്ന് മനസ്സിലാക്കാം. ഇവിടെ നോക്കൂ, ഫാത്തിമത്തു, അമീറത്തു, നാദിയത്തു, മക്കത്തു. ഇതൊന്നും മുനവ്വനായിട്ട് വരില്ല, തൻവീനായിട്ട് വരില്ല. അതേപോലെ ഹംസത്തു, ഉബാദത്തു, ഉസാമത്തു, സൈനബു, മറിയമു, സുആദു. ഇതിലൊന്നും എന്ത് വരില്ല? തൻവീന് വരില്ല. എന്താണ് കാരണം? കാരണം ഇവകൾ അലമുകളാണ്. അലമുകൾ എന്ന് പറഞ്ഞെങ്കിൽ നമ്മൾ ഈ പ്രത്യേക നാമങ്ങൾ, പ്രോപ്പർ നൗൺ എന്ന് പറയും, പ്രത്യേക നാമങ്ങൾ. ഇവയൊക്കെ പ്രത്യേക നാമങ്ങളാണ്. പിന്നെ സ്ത്രീലിംഗവുമാണ്. അപ്പോൾ അൽ അലമിയത്തു മാ തഅനീസ് എന്ന് പറയും. അൽ അലമിയത്തു മാ തഅനീസ്. ഈ നാമങ്ങൾ എന്തുകൊണ്ട് അൽ മംനൂ മിന സർഫ് എന്ന ഗണത്തിൽപ്പെട്ടു, തൻവീനിൽ നിന്ന് തടയപ്പെട്ട നാമങ്ങളായി? അതിന് 2 കാരണങ്ങൾ. ഒന്ന്, ഇവ അലമുകളാണ്, പറഞ്ഞാൽ പ്രത്യേകം പേരുകളാണ്, പ്രോപ്പർ നൗണാണ്. 2, സ്ത്രീലിംഗവുമാണ്. നമ്മൾ എന്തിനാണ് അവിടെ 3 കളറിൽ എഴുതിയത് ഈ ഉദാഹരണങ്ങൾ? ഫാത്തിമത്തു, അമീറത്തു, നാദിയത്തു, മക്കത്തു. ഇവ അലമുകളാണ്. ഒപ്പം സ്ത്രീലിംഗത്തെ ആശയത്തിലും മാനയിലും ഒപ്പം പദത്തിലും അറിയിക്കുന്നു. ഇപ്പോൾ ഫാത്തിമത്തു എന്ന് കണ്ടെങ്കിൽ അത് സ്ത്രീലിംഗാണ്. അതിൻ്റെ ആശയം അത് ഫാത്തിമ എന്നുള്ള സ്ത്രീക്കിടുന്ന പേരാണ്. മറ്റൊന്ന്, അത് സ്ത്രീലിംഗമാണെന്ന് അറിയിക്കാൻ ലഫ്ദിൽ, എഴുത്തിൽ തന്നെ അടയാളുണ്ട്, ത. അതേപോലെ തന്നെ അമീറത്തു, ഇതൊരാളുടെ പേരാകുമ്പോൾ കേട്ടോ, അമീറ എന്നുള്ളത് ഒരാൾക്ക് പേരാകുമ്പോഴാണ്, അലമാകുമ്പോഴാണ് അത് മംനൂ മിന സർഫിൽ പെടുക. ഏതെങ്കിലും ഈ അമീറമാർ എന്നുള്ള ഒരാളുടെ വിശേഷണമായിട്ടല്ല, പിന്നെ ഒരു വ്യക്തിക്ക് അമീറ എന്ന് പേരിടുമ്പോഴാണ് അത് പിന്നെ അലമാകുക, പ്രോപ്പർ നൗൺ ആകുക. മനസ്സിലായോ? അപ്പോൾ സ്ത്രീലിംഗമാണ്, അതറിയിക്കാനുള്ള പദം ഉണ്ട്. ആശയത്തിലും അത് ഒരു സ്ത്രീയുടെ പേരാണ്. ഇതേപോലെ നാദിയ, മക്ക എന്നുള്ളതൊക്കെ. എന്നാൽ ഇതിൽ നിന്ന് വ്യത്യസ്തമാണ് ഹംസ, ഹംസത്തു, ഉബാദത്തു, ഉസാമത്തു.
ഇത് ആശയത്തിൽ മാനയിൽ ഇത് പുല്ലിംഗാണ്. പുരുഷന്മാർക്കാണ് ഹംസ എന്ന് പേരിടുക. ഉബാദ പുരുഷനിടുന്ന പേരാണ്, ഉസാമ പുരുഷനിടുക. പക്ഷേ പദം അതിൻ്റെ ലഫ്ള് നോക്കുമ്പോൾ അത് സ്ത്രീലിംഗാണ്. കാരണം എന്താ? സ്ത്രീലിംഗത്തെ അറിയിക്കുന്ന താ അതിലുണ്ട്. അപ്പോൾ പദത്തിൽ ഇതെന്താണ്? സ്ത്രീലിംഗമാണ്. പക്ഷേ ആശയത്തിൽ ഇത് പുല്ലിംഗാണ്. അതുകൊണ്ട് ഇങ്ങനെയുള്ള പേരുകളൊക്കെ എന്താണ്? അൽ മംനൂഉ മിന സർഫ്. ഇതിൽ തൻവീന് വരില്ല. സൈനബ് എൻ്റെ വിഷയം എന്താണ്? മറിയം, അതേപോലെ സുആദ് എന്താണ്? ഇതിൻ്റെ പദം പുല്ലിംഗാണ്, മുദക്കറാണ്. കാരണം ഇതിൽ താ അല്ല, സ്ത്രീലിംഗത്തെ അറിയിക്കുന്ന താ അല്ല. അതേസമയം ഇതിൻ്റെ ആശയം സൈനബ് എന്നൊരു ആണിന് പേരിടൂല, പെണ്ണിനാണ് പേരിടുക. അപ്പോൾ ആശയം നോക്കിയാൽ സൈനബ്, മറിയം, സുആദ് എന്നുള്ളതൊക്കെ സ്ത്രീകൾക്കുള്ള പേരാണ്. അതുകൊണ്ട് ആശയത്തിൽ ഇത് സ്ത്രീലിംഗാണ്. പക്ഷേ പദം നോക്കിയേ, ത ഇതിൻ്റെ അവസാനത്തിലില്ല. അതുകൊണ്ട് തന്നെ ഇതിനെ സ്ത്രീലിംഗമാണ് എന്നറിയിക്കാനുള്ള അടയാളം ഇല്ല. സ്ത്രീലിംഗാണെന്ന് അറിയിക്കാൻ താ മാത്രമല്ല അടയാളം, വേറെയും അടയാളം കണ്ട്. ഇപ്പോൾ അലിഫുൽ കണ്ടോ, മഖ്സൂറ, അലിഫു തൈനീസുൽ മഖ്സൂറ, അലിഫു തൈനീസുൽ മംദൂദ ഒക്കെ സ്ത്രീലിംഗത്തെ അറിയിക്കാനുള്ള അടയാളങ്ങളാണ്. പക്ഷെ നമ്മളിവിടെ ഉദാഹരണം പെട്ടെന്ന് മനസ്സിലാക്കാനാണ് ഈ താൻ്റെ ഉദാഹരണം നമ്മളിവിടെ പറഞ്ഞത്. അപ്പോൾ ഇവിടെ വിഷയം എന്താണ്? വിഷയം ഒരു പേര് അലമാവുക, പ്രോപ്പർ നൗൺ ആവുക, അത് സ്ത്രീലിംഗത്തിനുള്ളതാവുക, അതൊക്കെയും എന്തായിരിക്കും? അത് സർഫിൽ നിന്ന് തടയപ്പെട്ടതായിരിക്കും. സർഫിൽ നിന്ന് തടയപ്പെട്ടതായിരിക്കും. ഇതേപോലെ റമദാനു, ഉസ്മാനു, സൽമാനു, മർവാനു ഇങ്ങനെയുള്ള പേരുകൾ സർഫിൽ നിന്ന് തടയപ്പെട്ടതാണ്. തടയപ്പെടാനുള്ള കാരണം എന്താണ്? ഈ പേരുകളൊക്കെ അലമുകളാണ്. അലിഫും നൂനും അതിൻ്റെ അവസാനത്തിൽ അധികമായി വന്നതാണ്. അപ്പോൾ അലമുകളാവുക, പ്രോപ്പർ നൗണുകളാവുക, അലിഫും നൂനും അവസാനം ഏറെ വരിക, ഇത്തരം പേരുകളൊക്കെയും അൽ മംനൂഉ മിന സർഫ്. ജാഅ റമദാനു, ഷഹിത്തു റമദാന, ഇങ്ങനെ തൻവീനില്ലാതെയാണ് ഇതൊക്കെ ഉച്ചരിക്കുക. കാരണം ഇത് ഈ കാരണത്താൽ അലമാണ്, ഒപ്പം അലിഫും നൂനും അവസാനം വന്നതാണ്. അതിനാൽ ഇതൊക്കെ സർഫിൽ നിന്ന് തടയപ്പെട്ട, തൻവീനിൽ നിന്ന് തടയപ്പെട്ട ഇസ്മുകളാണ്. മറ്റൊന്ന് യൂസുഫു, ഹാറൂനു, ഇബ്രാഹീമു, ഇസ്മാഈലു ഇങ്ങനെയുള്ള ഇസ്മുകൾ, ഇതൊക്കെ അൽ മംനൂഉ മിന സർഫ്, സർഫിൽ തടയപ്പെട്ട ഇസ്മുകൾക്ക് ഉദാഹരണമാണ്. കാരണം എന്താണ്? കാരണം ഇവകളൊക്കെ ഒന്ന് അലമാണ്, പ്രോപ്പർ നൗണാണ്. രണ്ട്, ഇതൊക്കെ അജമിയായ പദങ്ങളാണ്, ഉജ്മത്തിനെ അറിയിക്കുന്നു. ഉജ്മത്ത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതൊന്നും അസലിൽ അറബി പേരുകളല്ല, അനറബി പേരാണ്. അപ്പോൾ അലമാണ്, അസലിൽ ആജമിയായ അനറബി പദങ്ങളാണ് ഇതൊക്കെ. യൂസുഫ്, ഹാറൂൻ, ഇബ്രാഹിം, ഇസ്മായിൽ, ഇസ്ഹാഖ്, പിന്നെ ഫിർഔൻ, ഖാറൂൻ, ഹാമാൻ, ഇതൊക്കെ എന്താണ്? ഇതൊക്കെ അലമുകളാണ്, വ്യക്തികൾക്കുള്ള പ്രോപ്പർ നൗണുകളാണ്. പക്ഷേ അതോടൊപ്പം അസ്ലിൽ അടിസ്ഥാനപരമായി ഇതൊന്നും അറബി പേരുകളല്ല, അജമി പേരുകളാണ്. അതുകൊണ്ട് തന്നെ ഇതൊക്കെ ഇത്തരം പേരുകളൊക്കെയും അൽ മംനൂഉ മിന സർഫിലാണ് പെടുക. ഇതിനൊന്നും എന്തില്ല, ഇബ്രാഹീമുൻ, ഇബ്രാഹീമിൻ, ഇബ്രാഹീമ ഇങ്ങനെ പറയില്ല. പിന്നെ ഇബ്രാഹീമി എന്നെന്തായാലും പറയില്ല, ഇബ്രാഹീമുൻ, ഇബ്രാഹീമൻ എന്നിങ്ങനെ പറയില്ല. തൻവീനില്ലാതെയാണ് ഇതൊക്കെ പറയപ്പെടുക. തയ്യിബ് ആണ് ഇവിടെ മുഹമ്മദ്, സാലിഹ്, ഷുഐബ്, ഹൂദ് എന്നിവ എഴുതിയത്, നൂഹ്, ലൂത്ത് എന്നിവ എഴുതിയത്. അത് എഴുതാനുള്ള കാരണം വിശുദ്ധ ഖുർആനിൽ പറയപ്പെട്ട എല്ലാ നാമങ്ങളും, നബിമാരുടെ എല്ലാ പേരുകളും അൽ മംനൂഉ മിന സർഫ് എന്ന ഗണത്തിലാണ്. എല്ലാ നബിമാരുടെ പേരുകളും ഈ 6 പേരൊഴിച്ച്, ഈ 6 പേർ ഒഴിച്ച്, മനസ്സിലായില്ലേ? ഈ 6 പേരിൽ തൻവീന് വരും. ബാക്കി ഉള്ള നബിമാരുടെ പേരുകളൊക്കെയും അൽ മംനൂഉ മിന സർഫാണ്, അതിൽ തൻവീന് വരില്ല. മുഹമ്മദുൻ എന്ന് പറയും, മുഹമ്മദൻ എന്ന് പറയും, മുഹമ്മദിൻ എന്ന് പറയും, സാലിഹുൻ, സാലിഹൻ, സാലിഹിൻ എന്ന് പറയും, ഷുഐബുൻ, ഷുഐബൻ, ഷുഐബിൻ എന്ന് പറയും, ഹൂദുൻ, ഹൂദൻ, ഹൂദിൻ എന്ന് പറയും. തൻവീനായിട്ട് വരും. കാരണം ഈ പേരുകൾ അസലിലെ അറബി പേരുകളാണ്, അത് ആജമി പദങ്ങളല്ല. എന്നാൽ നൂഹും ലൂത്തും ഇത് അജമി പദങ്ങളാണ്. അതെ, പക്ഷേ നൂഹ് എന്നുള്ളത് സുലാസി 3 അക്ഷരമുള്ള ഇസ്മാണ്, ലൂത്ത് എന്നുള്ളത് 3 അക്ഷരമുള്ള ഇസ്മാണ്. ഇത് അജമിയായ അലമാണെങ്കിലും
പ്രോപ്പർ നൗൺ ആണെങ്കിലും 3 അക്ഷരമുള്ളത് കാരണത്താൽ ഇത് ഉച്ചരിക്കാൻ എളുപ്പമാണ്. അതുകൊണ്ട് തന്നെ നൂഹൻ, നൂഹിൻ, നൂഹൻ എന്നിങ്ങനെ തൻവീനിലാണ് ഈ നാമം ഉച്ചരിക്കുക. ലൂത്തിൻ്റെയും അപ്രകാരമാണ്. മനസ്സിലായി? ഇതൊക്കെ മുഹമ്മദ്, സാലിഹ്, ഷുഐബ്, ഹൂദ് എന്നുള്ളത് അറബി പേരുകളാണ്. യൂസുഫ്, ഹാറൂൻ, ഇബ്രാഹിം എന്നതുപോലെ അസിലിൽ ഇത് അജമി പദങ്ങളല്ല, അനറബി പദങ്ങളല്ല. അലമാണ്, അറബി പദമാണ്. അതുകൊണ്ട് ഇതിന് തൻവീന് വരും. നൂഹ്, ലൂത്ത് എന്നുള്ളത് അലമുകളാണ്, ആജമിയാണ്. യൂസുഫ്, ഹാറൂൻ എന്നതുപോലെ ആജമിയാണ്, അനറബി പേരുകളാണ് അടിസ്ഥാനപരമായി. പക്ഷേ ഇത് സുലാസിയായ 3 അക്ഷരങ്ങളുടെ പേരുകളാണ്. ഉച്ചരിക്കാൻ എളുപ്പമായത് കാരണത്താൽ ഇത് അറബി ഭാഷയിൽ തെൻവീനോട് കൂടിയാണ് ഈ 2 പേരുകൾ ഉച്ചരിക്കപ്പെടുക. ഇവയിൽ രണ്ടിലും തെൻവീൻ വരും എന്നുള്ളതാണ് ഈ പേരുകളുടെ പ്രത്യേകത. തയ്യബ്. അപ്പോൾ നമ്മൾ 2 കാരണങ്ങളാൽ, അലമാണ്, ആജമിയാണ് എന്ന കാരണത്താൽ ഇത്തരം പേരുകൾ യൂസുഫ്, ഹാറൂൻ, ഇബ്രാഹീമു, ഇസ്മായിലു എന്നിവയൊക്കെ അൽ മംനൂ മിന സർഫ് എന്ന ഗണത്തിലാണ് എണ്ണുക. ഇവയിൽ തൻവീൻ വരികയില്ല. തയ്യബ്. ഇനി മറ്റൊരു വകുപ്പ്, ഹദറമൗത്ത്, അതേപോലെ ബഅലബക്, ബൂർസഈദ് പോലുള്ളതായ പേരുകൾ. ഇതിൻ്റെ പ്രത്യേകത, ഇതൊക്കെ അലമുകളാണ്. ഹദറമൗത്ത് എന്നുള്ളൊരു സ്ഥലത്തിൻ്റെ പേരാണ്. ബഅലബക് മറ്റൊരു സ്ഥലത്തിൻ്റെ പേരാണ്. ബൂർസഈദ് ഇതൊരു പേരാണ്. അല്ലേ? ഇതൊക്കെ അലമുകളാണ്. ഒപ്പം ഇത് മുറക്കബ് മസ്ജി എന്ന് പറയും. മുറക്കബ് മസ്ജി എന്ന് പറയും. ഇവിടെ നോക്കിയാൽ നിങ്ങൾ ഹദറ മൗത്തു എന്നാണ്. ഹദറയും മൗത്തും ചേർന്ന ഒരു പേരാണ്. ഹദറ എന്ന് പറഞ്ഞാൽ ഹജറായി എന്നർത്ഥം. ആര്? മൗത്ത് ഹജറായി എന്നാണ്. പക്ഷേ ഹദറയും മൗത്തും ചേർന്ന് ഇതൊരു പേരാണ്, ഹദറ മൗത്ത് എന്നുള്ളത്. അതാണ് മുറക്കബ് മസ്ജി എന്ന് പറയുന്നത്. 2 കെലിമത്തുകൾ ചേർന്നുണ്ടായ ഒരു പേരാണ്. അതേപോലെ ബഅല ബക്, ബഅല് ബക് 2 പേരാണ്. ബഅലിലേക്ക് ബക് ചേർന്നിട്ടാണ് ബഅല ബക്. കണ്ടോ? അപ്പോൾ 2 പദങ്ങൾ തർക്കീബ് ചെയ്തു മസ്ജിയായി ചേർന്ന് ഒന്നിച്ചു. ഒരു സ്ഥലത്തിന് പറയുന്ന പേരാണ് ബഅല ബക്. അതേപോലെ തന്നെയാണ് ബൂർസഈദ്. ഇതൊക്കെ എന്താണ്? മുറക്കബ് മസ്ജിയാണ്. 2 കലിമത്തുകൾ ചേർന്ന് ഒരു പേരായതാണ്. അപ്പോൾ ഇവകൾ അലമാണ്, ഒപ്പം മുറക്കബ് മസ്ജിയാണ്. ഇങ്ങനെയുള്ള പേരുകളൊക്കെയും അൽ മംനൂ മിന സർഫ്, ഈ ഇതിൽ തൻവീൻ വരില്ല എന്നുള്ളതാണ്. മംനൂ മിന സർഫിലാണ് അത് എണ്ണപ്പെടുക. ഒപ്പം ഇതേപോലെ മറ്റൊന്ന് ഉമറു, ഹുബലു, സുഹലു, മുദറു, ഇങ്ങനെയുള്ള പേരുകൾ. ഇവ മംനൂ മിന സർഫിലാണ് വരിക, ഇത്തരം പേരുകൾ. കാരണം എന്താണ്? കാരണം ഒന്ന്, ഇവ അലമുകളാണ്, പ്രോപ്പർ നൗണുകളാണ്. 2, ഇവ ഫുഅൽ വസിനിലാണ്, ഫുഅൽ എന്ന വസിനിലാണ്. ഫുഅലു. അപ്പോൾ അലമാവുക, ഫുഅൽ എന്ന വസിനിലാവുക. ഈ 2 കാരണങ്ങളാൽ ഇത്തരം പേരുകളൊക്കെ മംനൂ മിന സർഫിലാണ്. അതുകൊണ്ട് തന്നെ ഇതിലൊന്നും തൻവീന് വരില്ല. മനസ്സിലല്ലേ? എന്താ ഈ ഫുഅൽ എന്ന വസിനിൻ്റെ പ്രത്യേകത? ഈ പേരുകളൊക്കെ മറ്റൊരു വസിനിൽ നിന്ന് തെറ്റി വന്നതാണ്. ഇപ്പോൾ ഉമറു എന്ന ഇതുണ്ടല്ലോ, അത് ആമിർ എന്നതിൽ നിന്ന് അതിൽ തെറ്റി വന്നതാണ്. ഹുബൽ എന്നുള്ളത് ഹാബിൽ എന്നതിൽ തെറ്റി വന്നതാണ്. സുഹൽ എന്നുള്ളത് സാഹിൽ എന്നതിൽ തെറ്റി വന്നതാണ്. മുദർ എന്നത് മാദിർ എന്നതിൽ തെറ്റി വന്നതാണ്. അപ്പോൾ ഇതിൻ്റെയൊക്കെ അസിൽ സീഹ വേറൊന്നാണ്. അപ്പോൾ അത് ആ അസൽ സീഹയിൽ നിന്ന് തെറ്റിയിട്ട് മറ്റൊരു ശൈലിയിൽ വന്നത് കാരണത്താൽ ഇങ്ങനെ അറബി ഭാഷയിൽ ഫുഅൽ വസിനിലുള്ളത് അലമുകളാണ് എങ്കിൽ അതൊക്കെ അൽ മംനൂ മിന സർഫിലാണ് പെടുത്തുക എന്നുള്ളതാണ്. അതുകൊണ്ട് നമ്മൾ വ്യാകരണ ഗ്രന്ഥങ്ങളിൽ വായിക്കും, അൽ അലമിയത്തു മഅൽ അദിൽ, അൽ അലമിയത്തു മഅൽ അദിൽ, അലമാണ് ഒരു കാരണം, അതിലോടുകൂടി, അതിലോടൊപ്പം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആമിർ എന്നത് ഉമറായി തെറ്റി വന്നു, ഹാബിൽ എന്നുള്ളത് ഹുബലായി തെറ്റി വന്നു, സാഹിൽ എന്നത് സുഹലായി തെറ്റി വന്നു. ഇതൊക്കെ പേരുകളാണ്. പേരുകളോടൊപ്പം അത് ഫുഅൽ വസിനിൽ ഫാഇൽ വസിനിൽ നിന്ന് തെറ്റി വന്നു എന്നുള്ളതാണ് അതിൻ്റെ കാരണങ്ങൾ. 2 കാരണം അത് അൽ മംനൂ മിന സർഫിൽ എണ്ണപ്പെടാൻ. അടുത്തത് അഹ്മദു, അംജദു, അക്രമു, യസീദു, തഗ്ലിബു. ഇതൊക്കെ സർഫിൽ നിന്ന് തടയപ്പെട്ട ഇസ്മുകളാണ്. ഇതിലൊന്നും തൻവീന് വരില്ല. എന്തുകൊണ്ട്? ഒന്ന്, ഇതൊക്കെ അലമുകളാണ്, പേരുകളാണ്.
പ്രോപ്പർ നൗണാണ്, പ്രത്യേക നാമങ്ങളാണ്. വ്യക്തികൾക്ക് അഹമ്മദ് എന്ന വ്യക്തിക്കുള്ള പേരാണ്. അംജദ് ഒരു വ്യക്തിയുടെ പേരാണ്. അക്രം ഒരു വ്യക്തിയുടെ പേരാണ്. അപ്പോൾ ഇവ അലമുകളാണ്. എന്നാൽ ഇവ ഫേലിൻ്റെ വസിനിലാണ്, ഫേലുകളുടെ വസിനിലാണ്. ഇപ്പോൾ അഹ്മദു എന്നുള്ളത് അഫ് അലു എന്ന ഫേലിൻ്റെ വസിനിലാണ്. അഫ് അലു ഞാൻ പ്രവർത്തിക്കുന്ന അർത്ഥം. അഫ് അലു കണ്ടോ, ഞാൻ പ്രവർത്തിക്കും. ഇതേ സീഗയിലാണ് അഹ്മദു. നമുക്ക് വേണമെങ്കിൽ അഹമ്മദു എന്നുള്ളതൊരു ഫേലാണെങ്കിൽ, പ്രവൃത്തിയാണെങ്കിൽ, ഫേലാണെങ്കിൽ അഹ്മദു ഞാൻ സ്തുതിക്കുന്നു, അഹ്മദു ഞാൻ സ്തുതിക്കുന്നു. അപ്പോൾ ഇത് ഒരു ഫേലിൻ്റെ സീഗയിലാണ്. പക്ഷേ അത് ഫേലല്ലാതെ എന്താണ്? ഇസ്മാണ്, അലമാണ്. അപ്പോൾ അലമാണ്, അത് ഫേലിൻ്റെ സീഗയിൽ വന്നു. അതുകൊണ്ട് ഇത്തരം അലമുകൾ അൽ മംനൂ മിന സർഫ് അഗണത്തിലാണ്. ഇതേപോലെ തന്നെയാണ് അംജദു, അക്രമു. യസീദു ഒരു വ്യക്തിൻ്റെ പേരാണ്. യസീദു കണ്ടോ, യസീദു എന്നുള്ളത് ഒരു വ്യക്തിക്ക് അലമാണ്. എന്നാൽ യസീദു എന്നുള്ളത് ഇതേപോലെ ഫേൽ പ്രവൃത്തി വരും. സാദ യസീദു വർദ്ധിക്കുന്നു എന്ന അർത്ഥത്തിൽ. അപ്പോൾ ഫേലിൻ്റെ സീഗയിൽ അലമു വന്നു. അതുകൊണ്ട് തന്നെ ഇങ്ങനെയുള്ള അലമുകളിൽ തൻവീന് വരില്ല. ജാ യസീദു, റഅയ്തു യസീദ ഇങ്ങനെ പറയാം. ജാ യസീദുൻ എന്ന് പറയില്ല, റഅയ്തു യസീദൻ എന്ന് പറയില്ല. കാരണം ഇതിൽ തൻവീന് വരില്ല, കാരണം ഇത് അലമാണ്, ഫേലിൻ്റെ സീഗയിൽ വന്നു. അതേപോലെയാണ് തഗ്ലിബു. തഗ്ലിബു ഒരു പേരാണ്, അലമാണ്. പക്ഷെ അത് തഫ്ഇലു എന്ന വസിനിൽ, ദറബ യദ്രിബു തദ്രിബു എന്ന അതേ വസിനിൽ വന്നു. കണ്ടോ, അപ്പോൾ അതൊരു ഫേലിൻ്റെ സീഗയിൽ വന്നു, അലമാണ്. അതുകൊണ്ട് തന്നെ ഇത്തരം അലമുകൾ, നാമങ്ങൾ, അതൊക്കെ അൽ മംനൂ മിന സർഫ് എന്ന ഗണത്തിലാണ് പെടുക. അതിൻ്റെ രണ്ട് കാരണം, ഒന്ന് അത് അലമാണ്, മറ്റൊന്ന് ഫേലിൻ്റെ സീഗയിൽ അത് വന്നു എന്നുള്ളതാണ്. മനസ്സിലല്ലേ? ഇതേപോലെ ഇനി മറ്റൊരു വകുപ്പാണ്. ഇതൊക്കെ ഇതുവരെ നമ്മൾ പറഞ്ഞത് അലമുകളെ കുറിച്ചാണ്. ഇതൊക്കെ പേരുകളാണ്, അതോടൊപ്പം മറ്റൊരു കാരണം അതിന് വന്നു. അതുകൊണ്ട് ഇത് അൽ മംനൂ മിന സർഫ്. ഇനി ഇവിടെ ഈ പറയാൻ പോകുന്ന 7 മുതൽ 9 വരെയുള്ളത് നോക്കിയേ. ഫർഹാനു, ശബആനു, ഗദ്ബാനു, അത്ഷാനു. ഇതൊന്നും വ്യക്തികളുടെ പേരല്ല. പിന്നെയോ ഇത് സിഫത്തുകളാണ്, വിശേഷണങ്ങളാണ്. ഫർഹാൻ എന്ന് പറഞ്ഞാൽ സന്തോഷവാൻ, ഷബാൻ വയറ് നിറഞ്ഞവൻ, ഗദ്ബാൻ കോപിഷ്ടൻ ദേഷ്യപ്പെട്ടവൻ, അത്ഷാൻ ദാഹിച്ചു വലഞ്ഞവർ. ഇതൊക്കെ എന്താണ്? സിഫത്തുകളാണ്, വിശേഷണമാണ്. അപ്പോൾ ഇവിടെയൊക്കെ അലമിയയാണ് എങ്കിൽ ഇവിടെയൊക്കെ വസ്ഫിയയാണ്. ഇതൊക്കെ വിശേഷണമാണ്. പക്ഷേ വിശേഷണത്തോടൊപ്പം മറ്റൊരു കാരണം കൂടി. അതെന്താണ്? ഇവിടെ അലിഫുൻ നൂനും ചേർന്ന് വന്നു. കണ്ടോ, സിഫത്താണ് ഫർഹാൻ, അലിഫുൻ നൂനും അവസാനത്തിൽ വന്നു. ഷബആൻ സിഫത്താണ്, ഒപ്പം അലിഫുൻ നൂനും അവസാനത്തിൽ വന്നു. അതേപോലെ ഇത് ഗദ്ബാൻ സിഫത്താണ്, ഒപ്പം അലിഫുൻ നൂനും വന്നു. അത്ഷാൻ കണ്ടോ, ഇവിടെ അലിഫുൻ നൂനും വന്നു. അപ്പോൾ അൽ വസ്ഫിയത്തു മാ സിയാദത്തി അലിഫി വന്നൂൻ, വസ്ഫാകുക, അലിഫുൻ നൂനും ഏറെ വരിക അവസാനത്തിൽ. ഇങ്ങനെയുള്ള സിഫത്തുകളൊക്കെയും ഈ ഗണത്തിലുണ്ട്. സർഫിൽ നിന്ന് തടയപ്പെട്ട നാമങ്ങളുടെ ഗണത്തിലാണ് എണ്ണപ്പെടുക. മനസ്സിലായോ? അപ്പോൾ സിഫത്തും അലിഫുൻ നൂനും ചേർന്ന് വന്ന നാമങ്ങളൊക്കെയും എന്താണ്? ചേർന്ന് വന്ന സിഫത്തുകളൊക്കെയും, നാമങ്ങളല്ല സിഫത്തുകളൊക്കെയും അൽ മംനൂ മിന സർഫ് അതിലാണ് പെടുക. ടൈപ്പ്. ഇനി ഇവിടെ നോക്കി. അഹ്മറു, അസ്റഖു, അബിയദു, അഅറജു, അഹ്വലു, അഅ്വറു, അഹ്സനു, അക്സറു, അഫ്ദലു. വേറെ കളറുകളിലാണ് നമ്മൾ എഴുതിയത്. എന്താണ് ഇവിടെ വിഷയം? ഇവിടെ വിഷയം ഇപ്പം അഹ്മർ എന്ന് പറഞ്ഞാൽ നല്ലവണ്ണം ചുവന്നവൻ, അസ്റഖ് എന്ന് പറഞ്ഞാൽ നീല വർണ്ണം ഉള്ളത്, അബിയദു വെടുത്തത്. ഇതൊക്കെ സിഫത്താണ്, വിശേഷണമാണ്. അതേപോലെ അഅറജ് മുടന്തുള്ളവൻ, അഹ്വൽ കോങ്കണ്ണുള്ളവൻ, അഅ്വർ കാഴ്ച കമ്മിയുള്ളവൻ, അഹ്സൻ ഏറ്റവും നല്ലവൻ, അക്സർ ഏറ്റവും കൂടുതലുള്ളത്, അഫ്ദൽ ഏറ്റവും ഉത്കൃഷ്ടം. ഇതൊക്കെ സിഫത്തുകളാണ്, വിശേഷണങ്ങളാണ്, വസ്ഫിയയാണ് ഇതിൻ്റെയൊക്കെ പ്രത്യേകത. ഒപ്പം ഇത് ഫേലിൻ്റെ സീഗയിലാണ്, ഫേലിൻ്റെ സീഗയിലാണ്. കണ്ടോ, അഫ് അലു എന്നുള്ള ഫേലിൻ്റെ അതേ സീഗയിലാണ് അഹ്മറു, അസ്റഖു. കണ്ടോ, അഫ് അലു, അഫ് അലു എന്ന് പറഞ്ഞാൽ ഞാൻ പ്രവർത്തിക്കും എന്നാണ്. ഇതേ സീഗയിലാണ്, ഇത് ഫേലാണ്. ഈ ഫേലിൻ്റെ അതേ സീഗയിലാണ് അഹ്മറു, അസ്റഖു, അബിയദു. ഉണ്ടോ, അതേപോലെയാണ് അറജു, അഹ്വലു, പിന്നെ അഅ്വറു. ഇതൊക്കെ അപ്പോൾ ഇവ വസ്ഫുകളാണ്, ഫേലിൻ്റെ സീഗയുമാണ്. അതുകൊണ്ട് തന്നെ ഈ രണ്ട് കാരണങ്ങളാൽ ഇതൊക്കെ അൽ മംനൂ മിന സർഫ്, സർഫിൽ നിന്ന് തടയപ്പെടും എന്നുള്ളതാണ്. ഈ 3 വകുപ്പിൽ ഇത് എഴുതിയത് എല്ലാ വർണ്ണങ്ങളും
അഹ്മറു, അസ്റഖു, അബിയലു, പിന്നെ അഖ്ദറു, അസ്വദു വർണ്ണങ്ങളൊക്കെ അൽ മംനൂ മിന സർഫാണ്. ഇതേപോലെ തന്നെയാണ് ഐബുകളെ അറിയിക്കുന്ന, കുറവുകളെ അറിയിക്കുന്ന അറജ്. അറജ് എന്ന് പറഞ്ഞാൽ മുടന്തൻ എന്നാണ്. അഹ്വൽ കോങ്ങൺ, നമ്മൾ പറഞ്ഞില്ല, അവർ കാഴ്ച, അമഷ്, ഇങ്ങനെ പിന്നെ കുറവുകളെ അറിയിക്കുന്ന ഇത്തരം നാമങ്ങൾ, ഫുഇലിൻ്റെ സീഗയിലുള്ള നാമങ്ങൾ, ഇതൊക്കെ അൽ മംനൂ മിന സർഫാണ്. ഇസ്മു തഫ്ദീലുകൾ, ഇസ്മു തഫ്ദീൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഏറ്റവും നല്ലത് സൂപ്പർലേറ്റീവ് ഡിഗ്രി അറിയിക്കാനുള്ള പ്രയോഗങ്ങളാണ്. ഏറ്റവും ഉത്തമമായത്, ഏറ്റവും കൂടുതലുള്ളതാണ് ഇത് ഈ സിഫത്തുകൾ, അഹ്സൻ, അക്സർ, അഫ്ദൽ, ഇതൊക്കെ ഇതല്ലേ. ഇതും എന്താണ്, ഫിഇലിൻ്റെ സീഗയിലാണ്. അതുകൊണ്ട് തന്നെ എല്ലാ ഇസ്മു തഫ്ദീലുകളും അൽ മംനൂ മിന സർഫ്, സർഫിൽ നിന്ന് തടയപ്പെട്ടവയാണ്. അവസാനമായി ഉണ്ടോ ഇപ്പം ഉഖർ എന്നുള്ളത്, ഉഖർ എന്നുള്ളത് ഒരു വസ്ഫാണ്, മറ്റൊന്ന് എന്ന അർത്ഥത്തിൽ, ആഖർ എന്നുള്ള അർത്ഥത്തിൽ. പക്ഷേ ആഖർ എന്ന് പ്രയോഗിക്കുന്നതിന് പകരം ഇവിടെ ഉഖറെ പ്രയോഗിച്ചു. ഉണ്ടാ, ആഖർ എന്നുള്ളതൊരു വസ്ഫാണ്. ഒപ്പം ആഖർ എന്ന് പ്രയോഗിക്കുന്നതിന് പകരം ഫുഅൽ വസനിൽ വന്നു. ഇവിടെ ഉമറു, ഹുബലു, സുഹലു എന്ന് പറഞ്ഞ പോലെ ഇതൊക്കെ അലമാണ്, പ്രോപ്പർ നൗണാണ്. എന്നാൽ ഉഖർ എന്നുള്ളത് വസ്ഫാണ്. പക്ഷെ അത് ഫുഅൽ എന്ന വസനിൽ വന്നു. അൽ വസ്ഫിയത്തു മഅൽ അദൽ എന്ന് പറയും, അതിലോട് കൂടിയുള്ള വസ്ഫിയ എന്ന് പറയും. എന്താ പറഞ്ഞത്? ഇപ്പോൾ ഉമർ എന്നുള്ളത് ആമിർ എന്നതിൽ നിന്ന് തെറ്റി വന്നതാണ്. ഉഖർ എന്നുള്ളത് വസ്ഫാണ്, അത് ആഖർ എന്നതിൽ നിന്ന് തെറ്റി വന്നതാണ്. അതുകൊണ്ട് തന്നെ ഉഖർ എന്നുള്ളത് എന്താണ്? അൽ മംനൂ മിന സർഫാണ്. വസ്ഫിയത്തും അദലുമാണ് അതിൻ്റെ, മഅൽ അദൽ, അതാണ് അതിൻ്റെ കാരണം. പിന്നെ അതേ ഗണത്തിലാണ് 1 മുതൽ 10 വരെയുള്ള എണ്ണങ്ങളിൽ ഇപ്പോൾ ഇത് ഉഹാദ്, മൗഹദ്, സുനാ, മസ്ന, സുലാസ്, മസ്ലസ്, റുബാ, മർബ, ഖുമാസ്, മഖ്മസ്, സുദാസ്, മസ്ദസ്, സുബാ, മസ്ബ, ഇങ്ങനെ 10 വരെയുള്ള എണ്ണങ്ങൾ ഇവയും അൽ മംനൂ മിന സർഫിലാണ് എണ്ണപ്പെടുക. കാരണം എന്തുകൊണ്ട്? ഇപ്പോൾ ഉഹാദ് എന്നുള്ളത് അഹദുൻ, അഹദ്, ഈ അഹദുൻ എന്ന് പ്രയോഗിക്കുന്നതിന് പകരമാണ് ഉഹാദ്. അപ്പോൾ നോക്കിയേ, അഹദുൻ എന്നതിൽ നിന്ന് തെറ്റിയാണ് ഉഹാദ്. ഉണ്ടോ? അഹദ് ജാഅത്തുല്ലാബു, ഉഹാദു എന്ന് പറഞ്ഞാൽ അഹദ് എന്നത് പ്രയോഗിക്കുന്നതിന് പകരം അതിൽ നിന്ന് തെറ്റിയാണ് എന്ത് ചെയ്യുന്നത്? അതിന് പകരമായിട്ടാണ് ഉഹാദ് പ്രയോഗിക്കുന്നത്. ഇതേപോലെയാണ് ഇപ്പോൾ മൗഹദ് എന്നും അതേ അർത്ഥത്തിലാണ്. സുന, മസ്ന, സുലാസ്, മസ്ലസ്, ഇതൊക്കെ എന്താണ്? ഇതൊക്കെ പിന്നെ ഇതേപോലെ മറ്റൊരു പ്രയോഗത്തിൽ നിന്ന് തെറ്റി വന്നിട്ട് തെറ്റി പ്രയോഗിക്കുന്ന വസ്ഫുകളാണ്. അതുകൊണ്ട് ഇങ്ങനെയുള്ള നാമങ്ങൾ, ഇപ്പോൾ ഉഖർ, ഉഹാദ്, മൗഹദ്, സുന, മസ്ന, സുലാസ്, മസ്ലസ് തുടങ്ങിയിട്ടുള്ള, സുലാസു, മസ്ലസ് തുടങ്ങിയിട്ടുള്ളതായ ഇത്തരം വസ്ഫുകളൊക്കെയും എന്തിലാണ് പെടുക? അൽ മംനൂ മിന സർഫ്. ഇതിലൊന്നും എന്ത് ചെയ്യില്ല? തൻവീൻ വരികയില്ല എന്നുള്ളതാണ് പറഞ്ഞു വരുന്നത്. ഇസ്മുകളിൽ തൻവീൻ കടന്നു വരും, തൻവീനോട് കൂടിയിട്ട് ഇസ്മുകൾ പറയപ്പെടും. സെയ്ദുൻ, സെയ്ദൻ, സെയ്ദിൻ എന്നൊക്കെ നമ്മൾ പറഞ്ഞില്ലേ. എന്നാൽ ചില ഇസ്മുകൾ അവയിൽ തൻവീൻ ഒരിക്കലും വരില്ല. തൻവീൻ വരാത്ത ഇസ്മുകൾ ഏതാണ്? അതാണ് നമ്മൾ പറഞ്ഞത്. ഒരു കാരണത്താൽ തൻവീൻ കടന്നു വരാത്ത ഇസ്മുകളുണ്ട്, അത് 3 എണ്ണം. പിന്നെ 2 കാരണങ്ങളാൽ തൻവീൻ സ്വീകരിക്കാത്ത ഇസ്മുകളുണ്ട്, അവകളാണ് നമ്മളിവിടെ ഈ 9 വകുപ്പുകളെ എണ്ണിയത്. അപ്പോൾ നമ്മളുടെ വിഷയം തൻവീൻ വരാത്ത ഇസ്മുകൾ അവയ്ക്ക് എങ്ങനെയാണ് ഇഅ്റാബ് വെളിവാകുക, അവയുടെ ഇഅ്റാബ് എങ്ങനെയാണ്, അതാണ് നമുക്കിവിടെ ഇൻഷാ അല്ലാഹ് ഗ്രന്ഥകാരൻ ഇവിടെ പറയുന്നത്. വജുറ ബിൽ ഫത്ഹതി മാ ലാ യൻസരിഫ് മാ ലം യുദഫ് ഔ യകു ബഅദ അൽ റദീഫ്. ഇൻഷാ അല്ലാഹ് അടുത്ത ക്ലാസ്സിൽ നമുക്ക് ആ ഒരു വിഷയം ഇനി തുടർന്ന് പഠിക്കാം, മനസ്സിലാക്കാം. ഈ ഗൈറു മുൻസരിഫ് അല്ലെങ്കിൽ മാ ലാ യൻസരിഫ് അല്ലെങ്കിൽ അൽ മംനൂ മിന സർഫ് അല്ലെങ്കിൽ ഗൈറു മുനവ്വൻ എന്ന് പറയുന്നത് പ്രധാന അധ്യായമാണ്. പലർക്കും വലിയ വീഴ്ചകൾ വരുന്ന ഒരു വിഷയമാണ് ഈ ഒരു ഭാഗം. അതുകൊണ്ടാണ് ഇവിടെ നമ്മൾ എന്ത് ചെയ്തത്, ഈ ഒരു ഭാഗം മനസ്സിലാക്കിയതിന് ശേഷം അതിൻ്റെ ഇഅ്റാബ് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട്
ശ്രമിച്ചത്. ബിഇദ്നില്ല നമുക്ക് ഇൻഷാ അല്ലാഹ് ഈ ബൈത്തുകളെ ഇനി തുടർന്ന് മനസ്സിലാക്കാം അടുത്ത ക്ലാസ്സിൽ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.